നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. 19 ലക്ഷം കോടി വൈപ്പ് ഔട്ടായി പോയ ഒരു ദിവസമാണ് ഇന്ന്. നിഫ്റ്റി 50-ലെ റിലയൻസും ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനീസ് 52 വീക്ക് ലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡായ ഒരു ഹ്യൂജ് സെൽ ഓഫാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത്. ഇന്നലെ അസെഞ്ചറിൻ്റെ ഒരു റവന്യൂ ഫോർകാസ്റ്റ് കാരണം ഇനീഷ്യലി പോസിറ്റീവിൽ ഓപ്പൺ ചെയ്ത IT കമ്പനീസ്, TCS, ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക കമ്പനീസും ഇനീഷ്യലി നിഫ്റ്റി ഇടിഞ്ഞിട്ട് കൂടിയും പോസിറ്റീവായിരുന്നു. അപ്പോൾ അത്തരം കമ്പനീസിൻ്റെ ഒരു സപ്പോർട്ട് കാരണം രാവിലെ നിഫ്റ്റി ഓൾമോസ്റ്റ് പ്ലസ്സിൽ വന്നതാണ്. നിഫ്റ്റിയും അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്പനീസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് പ്ലസ്സിലായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. പെട്ടെന്നാണ് ഒരു വലിയൊരു സെൽ ഓഫ് കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസമായിട്ട് FIS ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത സെൽ ഓഫാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രശ്നങ്ങളുടെ ഒരു ഉറവിടം തേടി പോകുകയാണെങ്കിൽ US ഈ തവണ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എല്ലാ ആളുകളും എക്സ്പെക്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രംപിൻ്റെ വിജയത്തിന് ശേഷം US മാർക്കറ്റിൽ അതിശക്തമായ രീതിയിൽ US മാർക്കറ്റ് മുകളിലേക്ക് പോവുകയും ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനീസ് ഓൾമോസ്റ്റ് 70% വരെയൊക്കെ ഒരു റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയ ഒരു അവസരത്തിലാണ് ഈ നടന്ന ഏറ്റവും അവസാനത്തെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം ഉണ്ടായത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 25 കട്ട് ഉണ്ടാകുമെന്നത് ഓൾറെഡി കൺഫേം ആയത് കാരണം വീണ്ടും അതിൻ്റെ ഭാഗമെന്നോണം വീണ്ടും മാർക്കറ്റ് കയറിപ്പോയി. അതിനുശേഷം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് 25 ബേസ് പോയിൻ്റ് നടത്തി. എന്നാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടത്താൻ സാധ്യതയുള്ള 4 ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അത് 2 മാത്രമായി ചുരുക്കുമെന്നും പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു വലിയൊരു സെൽ ഓഫ് ഉണ്ടായത്. അമേരിക്കൻ മാർക്കറ്റിൽ സെൽ ഓഫ് ഉണ്ടാകാനായിട്ട് അതിന് ജസ്റ്റിഫയബിൾ ആണ്. കാരണം ഓൾറെഡി തന്നെ നാസ്ഡാക്ക് എല്ലാം തന്നെ ഓൾ ടൈം ഹൈ ആണ്. 20,000 നാസ്ഡാക്കിൻ്റെ ഓൾ ടൈം ഹൈ. നമ്മുടെ മാർക്കറ്റ് അതുപോലെ ആയിരുന്നില്ല. ഓൾറെഡി ഇടിഞ്ഞ മാർക്കറ്റ് വീണ്ടും US മാർക്കറ്റിനെ ഫോളോ ചെയ്യുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 26,600 വരുന്ന സാഹചര്യത്തിൽ US മാർക്കറ്റിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ നിഫ്റ്റിയിലുണ്ടാകാറുണ്ട്. അത് ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഇടിഞ്ഞിരിക്കുന്ന മാർക്കറ്റിൻ്റെ അവസ്ഥയിലും അതേപടി US മാർക്കറ്റിനെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം ഓപ്പണിംഗ് റേഞ്ച് വീണ്ടും ഒരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഫോം ആയതാണ്. പിന്നീടാണ് ഒരു കനത്ത ഒരു സെൽ ഓഫ് കണ്ടത്. വീണ്ടും റിക്കവറിക്ക് വേണ്ടി ശ്രമിച്ചു, വീണ്ടും ഇടിവ്. ഓൾ ടുഗദർ ഏകദേശം 526 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. NSEയിൽ എനിക്ക് തോന്നുന്നു നിഫ്റ്റി 50-ൽ 48 കമ്പനീസും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ റെഡ്ഡിയും നെസ്ലയും ICICI ബാങ്ക് HDFC ഒക്കെ അവസാന സമയത്താണ് ചെറിയൊരു പ്ലസ്സിലേക്ക് വന്നത്. ഇനി ഫോളായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കാണാം ടെക്കം 3%, ട്രെൻഡ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, M&M, ആക്സിസ് ബാങ്ക്. മുൻനിര ബാങ്കിങ് കമ്പനീസ് എല്ലാം തന്നെ വലിയ തോതിലുള്ളൊരു സെൽ ഓഫ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിൽ വലിയൊരു പ്രതിഭാസം നടന്നു. അതായത് ബിറ്റ്കോയിൻ ഓൾമോസ്റ്റ് $7,000 അഥവാ 7% ഇടിഞ്ഞ് 1,06,000 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 7,000 ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 94,853 ബിറ്റ്കോയിൻ്റെ സ്പോട്ട്. ബ്രന്റ് ഓയിൽ 72, ഗോൾഡ് എന്നാൽ തിരിച്ചു കയറി. ഇന്നലെ $30, ഇന്ന് $10 ഉയർച്ച കണ്ടു. $2,600 ഗോൾഡ് തിരിച്ചു കയറി. ഇന്ത്യ വിക്സ് ഒരു ദിവസം കൊണ്ട് 4% സ്പൈക്ക് ചെയ്ത് 15. ഡോ ഫ്യൂച്ചർ അതിശക്തമായ രീതിയിൽ ഇടിവും. ജപ്പാൻ, കൊറിയ, ചൈന ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും ഇടിവിലാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ അതേപടി US മാർക്കറ്റിനെ ഒരു കോപ്പി ചെയ്യുന്ന ഒരവസ്ഥയിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇനി US ഡോ ഫ്യൂച്ചറിൻ്റെയും നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ എല്ലാം തന്നെ ചാർട്ട് നമുക്കിത് നോക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ നടന്ന 1-2 അപ്ഡേറ്റുകൾ നോക്കാം. ഒന്ന്, IPOയിലേക്ക് ഇൻ്റർനാഷണൽ ജിയോമെട്രിക് ഇൻസ്റ്റിറ്റ്യൂഷൻ IPO 22% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. ഇന്ത്യൻ ഓയിൽ അവർ ഏകദേശം 4,382 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഡീഷയിൽ നടത്താനായിട്ട് തീരുമാനിച്ചു. ബജാജ് അവർ പുതിയ ചേതക്ക് ഇലക്ട്രിക് 1.2 ലാക്സിൻ്റെ അവർ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സൈമൺസിൽ നിന്ന് 10%-ലേറെ ഒരു ഫോള് കണ്ടു. അവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കുറച്ചതുകൊണ്ടാണ്. ടോറൻറ്റ് പവർ FTSE ഇൻഡെക്സ് വെയിറ്റേജ് കുറച്ചതുകൊണ്ട് ടോറൻറ്റ് പവർ 10%-ലേറെ ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്.
മറ്റുള്ള സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് നമുക്കത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് 2 ചാർട്ടുകൾ നോക്കാം. ഒന്നാമത് യു എസിലെ ഡോ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. 42,520 ഡോ ഫ്യൂച്ചർ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് വളരെയധികം ക്രൂഷ്യലാണ്. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് യു എസ് മാർക്കറ്റിലെ ഡോ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു റിക്കവറിയാണ് ഉള്ളത്. ഓൾമോസ്റ്റ് അതേ റിക്കവറി ഗിഫ്റ്റ് നിഫ്റ്റിയിലും കാണാൻ സാധിക്കും. ഗിഫ്റ്റ് നിഫ്റ്റി 23,550 ട്രേഡ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു സപ്പോർട്ട് എടുത്ത്. അപ്പോൾ ഈ പല സമയങ്ങളിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഡോ ഫ്യൂച്ചർ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഗിഫ്റ്റ് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ സ്പോട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില ട്രേഡേഴ്സിൻ്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ നമ്മൾ കാണാൻ സാധിക്കും ഒരുപാട് ചാർട്ടുകൾ. അതിൽ പ്രധാന ചാർട്ടാണ് ഈ ഒരു ഡോ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഡോ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടും എനിക്ക് തോന്നുന്നു 2 ദിവസം ട്രേഡേഴ്സ് കീനായിട്ട് വാച്ച് ചെയ്യും. കാരണം ഒരുപാട് ആളുകൾ ഓപ്പൺ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് സെൻസെക്സ് വലിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തി. നിക്ഷേപകർ ഒരു പാനിക്കായിട്ടുള്ള അവസരത്തിലാണ് ഉള്ളത്. ചില ആളുകൾ പറയും ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയമല്ലേ, അല്ലെങ്കിൽ ഷോപ്പിംഗ് ടൈമല്ലേ, ഒരുപാട് സ്റ്റോക്കുകൾ വില കുറച്ച് കിട്ടുന്ന സമയമല്ലേ എന്ന്. ഇതിന് മാത്രം കാശ് നമുക്ക് വെറുതെ കിട്ടുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് നിലവിലുള്ള സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കുറച്ച് വാല്യുവേഷൻ കുറവുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റുന്നത്. പക്ഷേ ഒട്ടുമിക്ക ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ ഈ പ്രോഫിറ്റിലുള്ള സ്റ്റോക്കുകൾ എനിക്ക് തോന്നുന്നു CDSൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള BSE പോലെയുള്ള കുറച്ച് ചുരുക്കം സ്റ്റോക്കുകളാണ് ഈ വലിയൊരു ഇടിവിൽ ഈ ഒരു സമയങ്ങളിലുണ്ടായ ഇടിവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുള്ളത്. മറ്റുള്ള ഒട്ടുമിക്ക സ്റ്റോക്കുകളും കനത്ത സെൽ ഓഫാണ്. HDFC ബാങ്കും ചെറിയ രീതിയിൽ റിക്കവറി. ഞാൻ പറയുന്നത് ഇന്നോ ഇന്നലെ നടത്തിയ റിക്കവറി അല്ല. നിഫ്റ്റി ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലോ ഉണ്ടായിരുന്നു. ആ ഒരു ലോയിൽ നമുക്ക് കിട്ടിയൊരു റിക്കവറിയാണ്. ഏകദേശം ഒരു 23,300 റേഞ്ചിൽ ഇതിനു മുമ്പ് നിഫ്റ്റി പോയ സമയത്ത് ആ ഒരു സമയത്ത് ബൈ ചെയ്ത ആളുകളിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് HDFC ബാങ്കൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കമ്പനീസിൽ മാത്രമാണ് ഇപ്പോൾ നേട്ടമുള്ളൂ. അതിന് മുമ്പ് കയറിയ മറ്റുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ സ്റ്റിൽ ഇടിഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടത് ഡോ ഫ്യൂച്ചറാണ്, നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഒരു ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ടെന്നും ഇത് ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുമെന്നും ഇന്ന് രാവിലെ അതായത് നാളെ വെളുപ്പിന് 2 മണി വരെ ട്രേഡ് ചെയ്യുമെന്നും നമ്മൾ പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഈ US ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ പല ആളുകളും കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഇമ്പാക്റ്റ്. ഗ്ലോബൽ ഈവൻറ്റ് നമ്മൾ വെറുതെ അല്ല എല്ലാ ദിവസവും പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ സൺഡേ ഈ ഉച്ചയ്ക്ക് നമുക്ക് ഒരു മാർക്കറ്റ് ഔട്ട്ലുക്കിൽ അടുത്ത ആഴ്ച ഉള്ള ഗ്ലോബലി നടക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പ്രധാന ഈവൻറ്റുകൾ നമ്മൾ പറയുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു റെലവൻ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ US ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം വരുന്നതിന് മുമ്പ് പണ്ടൊക്കെ ആളുകൾ ട്രേഡ് ചെയ്തെടുക്കാമായിരുന്നില്ല. പിന്നീടാണ് US 2 തരം ടൈമുകൾ ഈ സമയത്ത് മനസ്സിലാക്കുക. ഒന്ന് ഡോവിഷ്, 2 ഹോക്കിഷ്. ഡോവിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, പോസിറ്റീവായിട്ടുള്ള കമൻട്രി. ഹോക്കിഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഡോവിഷ് ഹോക്കിഷ് ആയിട്ടുള്ള കമൻട്രി ആണോ ഈ ടെക്നിക്കൽ ടൈമുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാം തന്നെ മനസ്സിലാക്കണം. കാരണം US മാർക്കറ്റിൽ ജെറോം പവൽ ഡോവിഷ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണത് മനസ്സിലാക്കേണ്ടതെന്നും അല്ലെങ്കിൽ ഹോക്കിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ് ഡോവിഷ് എന്നും എന്താണ് ഹോക്കിഷ് എന്നും ആ ഒരു ടെക്നിക്കൽ ടൈം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ടെക്നിക്കൽ ടൈമുകൾ നിറഞ്ഞ, ഒരുപാട് രാജ്യങ്ങളുടെ ഈവൻറ്റുകൾ നിറഞ്ഞ, അത് മനസ്സിലാക്കലും അത് തന്നെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും അത് നമ്മൾ ട്രേഡിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉള്ളതാണ്. അല്ലാതെ വെറുതെ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ മാറി എടുക്കുന്നതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ലൊരു വീക്കെൻഡ് ആണ്. എല്ലാ ആളുകളുടെയും മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട്, മാറും. താങ്ക് യു ഓൾ.